ഹായ്, എല്ലാവർക്കും സുഖമാണോ? ചെറിയ സർപ്രൈസ് വീഡിയോ ആണ്. ഇന്ന് അമറുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അമറു നല്ല ഉറക്കമാണ്. അവരൊരു ചെറിയ കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് അവനെ വിളിച്ചുകൊണ്ട് വരാം. എന്തായിരിക്കും അവൻ്റെ എക്സ്പ്രഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് അമറുവിൻ്റെ 7ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് കുറേ നാളത്തെ ആഗ്രഹം, ഒരു വീഡിയോയിലെ കണ്ടപ്പോൾ ഇതേപോലെ കുറേ മുട്ടായിയൊക്കെ വെച്ച് കേക്ക് മുറിക്കണമെന്ന് അവൻ ഇന്നാളൊരു ആഗ്രഹം പറഞ്ഞു. എന്തായാലും വിചാരിച്ച് എന്തായാലും അത് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് സർപ്രൈസായിട്ട് അവനെ വിളിച്ചുണർത്തി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ചെയ്തേട്ടൻ. രാവിലെ നല്ല ഉറക്കം വരുന്നു. അതിന് മുന്നേ നമ്മൾ റെഡിയാക്കി എല്ലാം വെച്ചതിന് ശേഷം അവനെ വിളിച്ചുണർത്തി അവൻ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത്. പക്ഷെ അവനെ മുഖത്തൊന്നും എക്സ്പ്രഷനൊന്നും ഇല്ല ഏട്ടാ. ആ കേക്കാ, ആ മുട്ടായിയാ, ഓക്കെ എന്ന ടൈപ്പാണ് അവൻ. രാവിലെ കേക്ക് കുറച്ച് സന്തോഷമായി. രാവിലെ ഉറക്കപ്പിച്ചിൽ നിന്ന് അമ്മയും മോനും കൂടെ ഒന്ന് കേക്കൊക്കെ മുറിച്ച് പല്ല് തേക്കാതെ തന്നെ അതിൽ നിന്ന് കുറച്ച് കേക്കൊക്കെ ഇട്ട് തിന്ന് അവന് ഹാപ്പിയായി. വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ഒരു കേക്ക് വാങ്ങിച്ചു മുറിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ്? വിസ്മയല്ല, വിസ്മയ. അമറുവിൻ്റെ ബർത്ത്ഡേ അല്ലേ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന അല്ലേ? എന്തിനാ ഫുഡ് വേണം? ചപ്പാത്തി, പൊറോട്ട വേണ്ടേ? പൊറോട്ട ഇപ്പം വരും കേട്ടാ. എല്ലാം ഇപ്പം തിന്നില്ലെങ്കിൽ ഇപ്പോൾ നോക്കിക്കോ. ഇവിടെ കാട്ടാക്കട വിസ്മയിലാണ് പോയേട്ടാ. നമ്മൾ പൊറോട്ടയും ബീഫും ചിക്കനൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ കാട്ടാക്കട വിസ്മയം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. മിക്കവർക്കും അറിയാവുന്ന നല്ല ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കഴിക്കാൻ പറ്റിയൊരു ഹോട്ടലാണ്. ഇത് ബിരിയാണിയൊക്കെ ഭയങ്കര ഫേമസാണ്. ചിലവർക്ക് പക്ഷേ ഇവിടെ ബിരിയാണി ഇഷ്ടമില്ല, ചില ഫുഡുകളും ചിലവർക്കൊന്നും ഇഷ്ടമില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഫുഡുകളൊക്കെ ഏറെക്കുറെ ഇഷ്ടമാണ്. ചിലതൊക്കെ മോശമാകുന്നുമുണ്ട്. പക്ഷേ ഇന്ന് വാങ്ങിച്ച ബീഫ് അത്ര പോരായിരുന്നു. പക്ഷേ ചിക്കനൊക്കെ ഉള്ളായിരുന്നു, പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റായിരുന്നു. നിങ്ങളാരെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒരു അമ്മയ്ക്കും ബാവയ്ക്കും. ആർക്ക്? വാവയ്ക്കും അമ്മയ്ക്കും ഉള്ളതാണ്. പക്ഷെ അമ്മയെ കൊണ്ടുവരാൻ പറ്റില്ല. അവൾക്കിപ്പോൾ 8 മാസമായപ്പം അമറുവിനൊരു കുഞ്ഞ് അനുജനോ അനിയത്തിയോ വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാത്രി യാത്ര വേണ്ടെന്ന് പറഞ്ഞ് അവൾ വന്നില്ല. അപ്പോൾ അവൾക്കുള്ള ഫുഡ് നമ്മൾ മേടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാർക്ക്, അവിടെ തന്നെ ഒരു പാർക്കുണ്ട്, പാർക്കിൽ പോയി കുറേ നേരം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം അവിടെ കിടന്ന് ഓടിച്ചാടി മറിഞ്ഞ് കളിച്ചു. അവിടെ ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവന് കൂട്ടിന്. അതുകൊണ്ട് അവന് സമയം പോയെന്നറിഞ്ഞില്ല. എനിക്ക് രാവിലെ അവനെ ഒരിടം കൊണ്ടുപോകാൻ പറ്റിയില്ല. ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം നേരെ കുറച്ച് ദിവസം കൊണ്ട് പറയാം അവിടെ പോകണമെന്ന്. അപ്പം എന്നെന്തായാലും വിസ്മയെ കൊണ്ട് ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് പാർക്കിലൊക്കെ പോയി കുറേ നേരം കളിച്ച് തളർന്ന് ക്ഷീണിച്ച് അവസാനം മടുത്തപ്പോൾ അച്ഛാ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയത്. കുറേ നേരം കളിച്ച് ഇതിൽ കയറി കറങ്ങി തല ഇറങ്ങി വീണപ്പോഴേ പറഞ്ഞ് നിർത്താൻ പോവാന്ന് പറഞ്ഞു. കുരുപ്പ് കണ്ട അതുവഴി ചാടിക്കയറുന്നു. അപ്പോൾ നേരെ വീട്ടിലെത്തി ഒരു പൊതി അവൾക്ക് ബീഫും പൊറോട്ടയൊക്കെ മേടിച്ച് വാവയ്ക്കും അവൾക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വീട്ടിലെത്തി. അങ്ങനെ നമ്മളെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് എന്ന് പറയാം, കുഞ്ഞു രീതിയിൽ അടിച്ച് പൊളിച്ച്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളെ അറിയിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ടാറ്റ.